വിവിധ തദ്ദേശ വാർഡുകളിലേക്കു നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഇങ്ങനെ. തൃശൂര് പാവറട്ടിയിലെ യുഡിഎഫിന്റെ സീറ്റും ആലപ്പുഴ ചെറിയനാട് പഞ്ചായത്തില് സിപിഎമ്മിന്റെ സീറ്റും ബിജെപി പിടിച്ചെടുത്തു. എന്നാൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് തിരിച്ചടിയുണ്ടായി. മലപ്പുറത്ത് പതിറ്റാണ്ടുകളായി സിപിഎം ജയിക്കുന്ന 2 സീറ്റുകള് പാർട്ടിക്കു നഷ്ടപ്പെട്ടു. ആലപ്പുഴയിലും ഇടുക്കിയിലും തൃശൂരിലും ബിജെപി ഓരോ സീറ്റുകൾ നേടി. സംസ്ഥാനത്ത് നടന്ന മൊത്തം ഫലം വിലയിരുത്തുമ്പോള് കോൺഗ്രസിന് നേരിയ മുൻതൂക്കം അവകാശപ്പെടാം. സിറ്റിംഗ് സീറ്റുകള് പിടിച്ചെടുത്ത കണക്കിലാണ് ഇത്. തിരുവനന്തപുരത്ത് സിപിഎമ്മിന് സംഘടനാ കരുത്ത് തെളിയിക്കാനായി. അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടിയായി തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് മാറിയേനെ. മലപ്പുറത്ത് യുഡിഎഫ് കരുത്തരാകുന്നതിന്റെ സൂചനകളും ഫലത്തിലുണ്ട്. വിമതന്മാര് കൂറുമാറി വിജയിക്കുന്ന കാഴ്ചയും ഈ തിരഞ്ഞെടുപ്പില് കാണാം. 1. കണ്ണൂര്. ജില്ലയില് 3 തദ്ദേശ വാർഡുകളിലേക്കു നടന്ന ഉപതിരഞ്ഞെടുപ്പില് സീറ്റുകള് നിലനിർത്തി എൽഡിഎഫ്. തലശ്ശേരി നഗരസഭ വാർഡ് 18 പെരിങ്കളത്ത് സിപിഎമ്മിലെ എം.എ. സുധീഷന് 237 വോട്ടുകൾ ജയിച്ചു. പടിയൂർക്കല്യാട് പഞ്ചായത്ത് 1-ാം വാർഡ് മണ്ണേരിയില് സിപിഎമ്മിലെ കെ.വി. സവിത 86 വോട്ടിന് ജയിച്ചു. കാങ്കോല് ആലപ്പടമ്പ് പഞ്ചായത്ത് ആലക്കാട് വാർഡില് സിപിഎമ്മിലെ എം. ലീല 188 വോട്ടുകൾക്ക് ജയിച്ചു. 2. മലപ്പുറം. മലപ്പുറത്ത് സിപിഎമ്മിനു കനത്ത തിരിച്ചടിയുണ്ടായി. പതിറ്റാണ്ടുകളായി സിപിഎം ജയിക്കുന്ന 2 സീറ്റുകള് പാർട്ടിക്കു നഷ്ടപ്പെട്ടു. മുന്നിയൂര് പഞ്ചായത്തില് 6 പതിറ്റാണ്ടായി സിപിഎം ജയിക്കുന്ന വാർഡില് യുഡിഎഫ് സ്വതന്ത്ര 143 വോട്ടിന് ജയിച്ചു. വട്ടംകുളം പഞ്ചായത്തിലെ യുഡിഎഫ് പിന്തുണയോടെ മത്സരിച്ച സിപിഎം വിമതൻ വിജയിച്ചു. 4 പതിറ്റാണ്ടായി സിപിഎം സ്ഥാനാർത്ഥിയാണു ഇവിടെ ജയിക്കുന്നത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ വെൽഫെയർ പാർട്ടിയും മലപ്പുറം നഗരസഭയിലെ മുസ്ലിം ലീഗും സീറ്റ് നിലനിർത്തി. 3. ആലപ്പുഴ. ആലപ്പുഴ ജില്ലയില് ഉപതിരഞ്ഞെടുപ്പു നടന്ന 3 പഞ്ചായത്ത് വാർഡുകളിലെ 2 സിപിഎമ്മും 1 ബിജെപിയും നേടി. സിപിഎം വിഭാഗീയത രൂക്ഷമായ രാമങ്കരി പഞ്ചായത്തിലെ 13-ാം വാർഡില് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചത് 9 വോട്ടിനാണ്. പാർട്ടിക്കു വലിയ മേൽക്കൈയുള്ള പഞ്ചായത്താണിത്. ഏറെക്കാലമായി തുടരുന്ന വിഭാഗീയതയെ തുടർന്നു 4 അംഗങ്ങള് വിമതപക്ഷത്താണ്. ഇവിടെ കോൺഗ്രസുമായി ചേർന്നാണ് ഭരിക്കുന്നത്. സിപിഎം വിമതപക്ഷത്തുള്ള മുൻ പ്രസിഡന്റ് രാജിവച്ച ഒഴിവിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ചെറിയനാട് 4-ാം വാർഡില് സിപിഎം അംഗം മരിച്ച ഒഴിവില് നടന്ന തിരഞ്ഞെടുപ്പില് സീറ്റ് ബിജെപി പിടിച്ചെടുത്തു. ഭൂരിപക്ഷം 107. മാന്നാര് 11-ാം വാർഡില് ജയിച്ച സിപിഎം ഭരണസമിതിയില് ഭൂരിപക്ഷം ഉറപ്പിച്ചു. 120 വോട്ടിനാണ് ജയം. കോൺഗ്രസ് ടിക്കറ്റില് ജയിച്ച ശേഷം എൽഡിഎഫിനൊപ്പം ചേർന്ന അംഗത്തിന്റെ പിന്തുണയിലായിരുന്നു ഇവിടെ എൽഡിഎഫ് ഭരണം. കൂറുമാറിയ ആള് അയോഗ്യനായതോടെയാണ് തിരഞ്ഞെടുപ്പ് വന്നത്. ഇപ്പോൾ എൽഡിഎഫിന് തനിച്ചു ഭൂരിപക്ഷമായി. 4. തൃശൂര്. പാവറട്ടിയില് യുഡിഎഫിന്റെ സീറ്റ് ബിജെപി പിടിച്ചെടുത്തു. 947 പോള് ചെയ്ത വോട്ടില് 556 വോട്ട് ബിജെപി. എസ്ഡിപിഐ 265 വോട്ട് നേടി 2-ാം സ്ഥാനത്ത്. 97 വോട്ട് ലഭിച്ച യുഡിഎഫ് 3-ാം സ്ഥാനത്തും 29 വോട്ട് നേടിയ എൽഡിഎഫ് 4-ാം സ്ഥാനത്തുമാണ്. തൃശൂരിൽ ലോക്സഭയില് സുരേഷ് ഗോപി ജയിച്ച മുൻതൂക്കം ബിജെപി നിലനിർത്തുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. 5. എറണാകുളം. ജില്ലയില് ചൂർണിക്കര പഞ്ചായത്ത് 9-ാം വാർഡില് 123 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് എ.കെ. ഷമീര് ലാല യുഡിഎഫ് വിജയിച്ചു. യുഡിഎഫ് തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. വാഴക്കുളം പഞ്ചായത്ത് 8-ാം വാർഡും യുഡിഎഫ് നിലനിർത്തി. കോൺഗ്രസിലെ ഷുക്കൂര് പാലത്തിങ്കല് 105 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് ജയിച്ചു. എൽഡിഎഫ് ഭരിക്കുന്ന ചിറ്റാറ്റുകര പഞ്ചായത്തിലെ 8-ാം വാർഡില് എൽഡിഎഫ് സീറ്റ് നിലനിർത്തി. രതിബാബു വിജയിച്ചു. 6. പാലക്കാട്. ജില്ലയില് തദ്ദേശ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 5ഇടങ്ങളില് എൽഡിഎഫിന്റെ 2 സീറ്റുകള് യുഡിഎഫ് പിടിച്ചെടുത്തു. മങ്കര, തച്ചമ്പാറ പഞ്ചായത്തുകളിലാണ് യുഡിഎഫിന് അട്ടിമറി ജയം. ഷോളയൂര് പഞ്ചായത്ത് കോട്ടത്തറ വാർഡ് എൽഡിഎഫ് നിലനിർത്തി. 311 വോട്ടുകൾക്ക് സിപിഎമ്മിലെ പി. ബാലകൃഷ്ണന് ജയിച്ചു. പുതുനഗരം പഞ്ചായത്ത് തെക്കത്തിവട്ടാരം വാർഡില് ലീഗിലെ താജുമ്മ മുജീബയിലൂടെ യുഡിഎഫ് നിലനിർത്തി. തച്ചമ്പാറ പഞ്ചായത്തില് 5-ാം വാർഡില് യുഡിഎഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു 75 വോട്ടിന് ജയിച്ചു. സിപിഎം സീറ്റാണിത്. മങ്കര പഞ്ചായത്തില് സിപിഐയുടെ സീറ്റായ 4-ാം വാർഡാണ്. യുഡിഎഫ് പിടിച്ചെടുത്ത മറ്റൊരു സീറ്റ്. കോൺഗ്രസിലെ അനുശ്രീ ഇവിടെ 127 വോട്ടിന് ജയിച്ചു. കൊല്ലങ്കോട് ബ്ലോക്ക് പെരുവമ്പ് വാർഡ് സിപിഎം സ്ഥാനാർത്ഥി പ്രസന്നകുമാരിയിലൂടെ എൽഡിഎഫ് നിലനിർത്തി. 7. തിരുവനന്തപുരം. ആറ്റിങ്ങല് മുനിസിപ്പാലിറ്റിയിലെ ചെറുവള്ളിമുക്കില് സിപിഎം സ്ഥാനാർത്ഥി എം.എസ്. മഞ്ജു വിജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ്. ശ്രീകലയെയാണ് പരാജയപ്പെടുത്തിയത്. ബിജെപിയുടെ ആർ.എസ്. മിനി 3-ാം സ്ഥാനത്തെത്തി.
തോട്ടവാരം വാർഡില് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി നിഷയെ പരാജയപ്പെടുത്തി CPM സ്ഥാനാർത്ഥി ജി ലേഖ വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ദിവസങ്ങൾക്കു മുൻപ് NDAയിലെ 2 വനിതാ അംഗങ്ങള് പ്രാദേശിക നേതൃത്വവുമായി ഇടഞ്ഞു രാജിവെച്ചതിനെ തുടർന്നാണ് ആറ്റിങ്ങല് മുനിസിപ്പാലിറ്റിയിലെ ചെറുവള്ളിമുക്ക് തോട്ടവാരം വാർഡുകളില് ഉപതിരഞ്ഞെടുപ്പിനു വഴിയൊരുങ്ങിയത്. കോൺഗ്രസ് ഭരിക്കുന്ന പെരിങ്ങമല പഞ്ചായത്തിലെ മടത്തറയില് CPM സ്ഥാനാർത്ഥി ഷിനു മടത്തറ വിജയിച്ചു. കോൺഗ്രസിലെ ഷൈജൽ ഐജുവിനെയാണ് പരാജയപ്പെടുത്തിയത്. കൊല്ലായില് കോൺഗ്രസ് സ്ഥാനാർത്ഥി റുക്കിയ ബീവിയെ പരാജയപ്പെടുത്തി CPMന്റെ കലയപുരം അൻസാരി വിജയിച്ചു. കരിമൺകോട് വാർഡില് CPM സ്ഥാനാർത്ഥി M ഷഹാസ് വിജയിച്ചു. കോൺഗ്രസിന്റെ G സുഭാഷിനെയാണ് പരാജയപ്പെടുത്തിയത്. പെരിങ്ങമല പഞ്ചായത്തില് 3 കോൺഗ്രസ് അംഗങ്ങള് രാജിവച്ച് CPMല് ചേർന്നതിനെ തുടർന്നാണ് മടത്തറ കൊല്ലായില് കരിമൺകോട് വാർഡുകളില് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. 3 സീറ്റും പിടിച്ചെടുത്തതോടെ CPMന് ഭരണം ലഭിക്കും. 2 സീറ്റെങ്കിലും നിലനിർത്തിയാല് UDFന് ഭരണത്തില് തുടരാമായിരുന്നു. കരവാരം പഞ്ചായത്തിലെ പട്ടള വാർഡില് CPMലെ ബേബി ഗിരിജ വിജയിച്ചു. BJPയിലെ S ബിന്ദുവിനെയാണ് പരാജയപ്പെടുത്തിയത്. ചാത്തൻപാറയിലും CPM വിജയിച്ചു. കോൺഗ്രസിലെ രാജി ടീച്ചറെ പരാജയപ്പെടുത്തി CPMലെ VG വേണുവാണ് ജയിച്ചത്. ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് അടക്കം 2 വനിതാ അംഗങ്ങളെ രാജിവച്ച ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് ഭരണം എന്റേക്കാണ്. 8. പത്തനംതിട്ട ഉപതിരഞ്ഞെടുപ്പ് നടന്ന ഏഴംകുളം പഞ്ചായത്തിലെ 4-ാം വാർഡില് UDFന് വിജയം. LDFിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തു. സ്ഥാനാർത്ഥി സിസ്റ്റർ സദാനന്ദന്റെ ഭൂരിപക്ഷം 46 വോട്ട്. LDF വാർഡ് അംഗം മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പ്. LDF ഭരിക്കുന്ന പഞ്ചായത്തില് ഭരണമാറ്റമുണ്ടാകില്ല. ചിറ്റാറ് പഞ്ചായത്ത് 2-ാം വാർഡില് UDFന് വിജയം. ജോളി ആലാമേലേതില് 193 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് വിജയിച്ചു. ഈ വാർഡിൽ നിന്ന് ജയിച്ച UDF അംഗം കൂറുമാറി LDFനെ പിന്തുണച്ച് പഞ്ചായത്ത് പ്രസിഡന്റായതിനെ തുടർന്ന് അയോഗ്യനാക്കിയിരുന്നു. കഴിഞ്ഞ തവണ 3 വോട്ടിന് ജയിച്ച വാർഡില് ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും UDFന് കഴിഞ്ഞു. ഇതോടെ പഞ്ചായത്ത് ഭരണസമിതിയില് UDFന് ഭൂരിപക്ഷമായി.